സ്റ്റാൻഡേർഡ് ചുരിദാർ മെഷർമെൻറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇത്. ബോഡി മെഷർമെൻറ്റ് എടുക്കാൻ അറിയാത്തവർക്കും മെഷർമെൻറ്റ് കാൽക്കുലേഷനിൽ കൺഫ്യൂഷൻ ഉള്ളവർക്കും ഓൺലൈനായി ചുരിദാർ തയ്ച്ചു കൊടുക്കുന്നവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കയ്യിലൊരു ബുക്കും പെന്നും കരുതുന്നത് നന്നായിരിക്കും. ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. എൻ്റെ പേര് നീതു. വെൽക്കം ടു മൈ ടൈലറിംഗ് ക്ലാസ്. ഇവിടെ വരുന്നത് സൈസ് എസ് ആണ്, സ്മോൾ സൈസ്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 30-31 ഇഞ്ചാണ്. കാൽക്കുലേറ്റ് ചെയ്ത മെഷർമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ചെസ്റ്റ് വരുന്നത് 8.25, വേസ്റ്റ് 7, ഹിപ്പ് 8.25 ഇഞ്ചുമാണ്. ഡെലിവറി കഴിഞ്ഞവരിൽ ഹിപ്പ് സൈസും ബ്രസ്റ്റ് സൈസും വ്യത്യാസം വരും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ചെസ്റ്റ് 8.5, വേസ്റ്റ് 7.25, ഹിപ്പ് 9 ഇഞ്ച് ഈ രീതിയിൽ മെഷർമെൻ്റ് എടുക്കാം. ഫുൾ ലെങ്ത് വരുന്നത് 42 ഇഞ്ചാണ്. ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കൊരു 3/4 വരികയല്ലേ, മുട്ടിൻ്റെ കുറച്ച് താഴെ വരുന്ന ആ ഒരു മെഷർമെൻറ്റാണ്. പിന്നെ ഇറക്കം ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഇവിടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ആഡ് ചെയ്യണം, അതൊന്ന് ശ്രദ്ധിക്കാം. ഈ ഷോൾഡർ മുതൽ നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, നമുക്ക് ഷേപ്പ് വരുന്ന ലെങ്ത്, അത് 13.5 ഇഞ്ച് വേണം. ഷോൾഡർ മുതൽ സ്ലിറ്റ് വരെയുള്ള ലെങ്ത് 19 ഇഞ്ചുമാണ്. നോർമൽ നെക്ക് ചെയ്യുമ്പോൾ ഷോൾഡർ നമുക്ക് വേണ്ടത് 5.25 ഇഞ്ചാണ്. എന്നാൽ ബോർഡ് നെക്ക് ആണെങ്കിൽ 6.5 ഇഞ്ച് വേണം. കോളർ നെക്ക് ആണെങ്കിൽ 7.25 ഇഞ്ചും എടുക്കണം. നോർമൽ നെക്കിൻ്റെ ലെങ്ത് വരുന്നത് 5.5 ഇഞ്ചും ബാക്ക് നെക്ക് 4 ഇഞ്ചുമാണ് എടുക്കേണ്ടത്. ഇത് നെക്കിൻ്റെ ലെങ്താണ് പറഞ്ഞത്. ഇനി നെക്കിൻ്റെ വിഡ്ത്ത്, നമുക്ക് ഈ നെക്കിൻ്റെ അകലം വരുമല്ലോ, അപ്പോൾ ആ കഴുത്ത് അകലം വരുന്നത് 2.25 മുതൽ 3 ഇഞ്ച് വരെ എടുക്കാം. ആം ഹോള് 7.25 ഇഞ്ചും എടുക്കാം. സ്ലീവ് ലെങ്ത് എഴുതാനായിട്ട് വിട്ടുപോയി, അതൊന്ന് മാർക്ക് ചെയ്തോ. സ്ലീവ് ലെങ്ത് വരുന്നത് 12 ഇഞ്ചാണ് ലെങ്ത്, വിഡ്ത്ത് വരുന്നത് 4.25 ഇനി ചുരിദാർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ നമ്മൾ ഇതേപോലെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തു. മാർക്കെല്ലാം ചെയ്ത് കഴിയുമ്പോൾ സ്ലിറ്റും മാർക്ക് ചെയ്തിട്ട് ഇനി താഴേക്കുള്ള വിരിവുണ്ടല്ലോ, അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഹിപ്പിനെ കാട്ടിലും ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കൂടുതൽ കൊടുത്താൽ മതി. കാരണം 30-31 ഇഞ്ചെന്ന് പറഞ്ഞാൽ വണ്ണം കുറഞ്ഞ ആളുകളല്ലേ, അപ്പോൾ വണ്ണം കുറവാകുമ്പോൾ ഒരുപാട് അങ്ങ് വിരിവിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ചുരിദാർ, സ്ലിറ്റ് ചുരിദാർ താഴേക്ക് അങ്ങനെ കിടക്കുന്നതായിരിക്കും ഭംഗി. എ ലൈൻ ചുരിദാറാണ് ചെയ്യുന്നതെങ്കിൽ ഹിപ്പ് സൈസിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 5 അല്ലെങ്കിൽ 6 ഇഞ്ച് വിരിവ് കൊടുക്കാം. 6 ഇഞ്ച് കൂടുതൽ താഴെ ഭാഗമാണ് പറയുന്നത്. 6 ഇഞ്ച് ഹിപ്പ് സൈസിനെക്കാട്ടിലും 6 ഇഞ്ച് കൂടുതൽ താഴെ ഭാഗത്ത് കൊടുക്കാം. അതിൽ കൂടുതലും കൊടുക്കാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച്, നമുക്ക് എത്ര മെറ്റീരിയൽ എത്രയുണ്ടെന്നനുസരിച്ച് അത് കൊടുക്കാം. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ചെസ്റ്റും വേസ്റ്റും ഒക്കെ നമ്മൾ ചെയ്തു, നമ്മൾ ഫുള്ള് തയ്ച്ചു കഴിഞ്ഞെന്ന് വെച്ചു. പക്ഷേ നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടെ കുറച്ച് ടൈറ്റാണ്, പക്ഷെ ബാക്കിയെല്ലാം കറക്റ്റുമാണ്, കൈക്കുഴി എല്ലാം കറക്റ്റാണ്. അവിടെ മാത്രം ഒന്ന് ടൈറ്റായിട്ട് വരുമ്പം ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് ഒന്ന് തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഓക്കെ ആകും. ഇത് ബോഡി മെഷർമെൻറ്റിൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാം. ഇപ്പോൾ ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെയോ വാട്സാപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ ചോദിക്കാം. വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.